മനസ്സും കണ്ണും നിറച്ച് കർണാടക കുടകിലെ സുവർണക്ഷേത്രം. കർണാടകയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നറിയപ്പെടുന്ന ഗോൾഡൻ ടെമ്പിൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിബറ്റൻ അഭയാർത്ഥികളുള്ള സ്ഥലമെന്ന പ്രത്യേകതയും സുവർണക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിലൊന്നാണ് സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന നാംഡ്രോളിംഗ് മൊണാസ്ട്രി. കുടക് ജില്ലയിലെ കുശാല നഗരിയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ബെലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 16,000 അഭയാർത്ഥികളും 600 സന്യാസിമാരും വസിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. നാംഡ്രോളിംഗ് മൊണാസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ 4 നില ഗോപുരമാണ്. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങൾ ശ്രീബുദ്ധന്റെ പ്രതിമകളാണ്. ഇരുവശത്തും അമിതായുസിന്റെയും പത്മസംഭവന്റെയും പ്രതിമകളുണ്ട്. സന്ദർശകർക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, അവരുടെ വഴിപാടുകൾ നൽകാം, മണിപ്രാർത്ഥനാ ഡ്രമ്മുകൾ തിരിക്കാം. ഈ പ്രാർത്ഥനാ ഡ്രമ്മുകൾ തിരിക്കുന്നത് ബുദ്ധമത പ്രാർത്ഥനയായ ഓം മണി പത്മേഹം ജപിക്കുന്നതിന്റെ അതേ ഗുണം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1995 ഗോൾഡൻ ടെമ്പിൾ പണി കഴിപ്പിക്കുന്നത്. 40 അടി ഉയരമുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഒട്ടേറെ വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. പരമ്പരാഗത ടിബറ്റൻ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ കണ്ണിനെ ആദ്യം ആശ്രയിക്കുന്നത് അമ്പരചുംബികളായ ഗോപുരങ്ങളാണ്. ടിബറ്റൻ ബുദ്ധമത പുരാണങ്ങളെ ചിത്രീകരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ബുദ്ധമതത്തെക്കുറിച്ചറിയാൻ താല്പര്യമുള്ളവർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ഇവിടുത്തെ സെർപ്പോ മൊണാസ്റ്റിക് യൂണിവേഴ്സിറ്റി. ബുദ്ധ സന്യാസിമാരുടെ പ്രാർത്ഥനകളും കീർത്തനങ്ങൾക്കനുസരിച്ച് സംഗീതോപകരണങ്ങളിൽ നിന്നുയരുന്ന മധുരസ്വര താളങ്ങളും ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മനസ്സിന് നൽകുന്ന ശാന്തത പറഞ്ഞറിയിക്കാനാവാത്തതാണ്. വീണ്ടും ഒരിക്കൽ കൂടി സുവർണക്ഷേത്രത്തിലെത്തുമെന്ന പ്രാർത്ഥനയോടെയാണ് സന്ദർശകർ ഇവിടെ നിന്നും നിറഞ്ഞ മനസ്സോടെ മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട് വിഷൻ.